Hello guys, welcome back to my YouTube channel, my vlog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തിൽ കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ച ഒരു കാര്യം ഒന്നെങ്കിൽ ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു ഹോം ബേക്കർ അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന മേഖലയിലേക്ക് വന്നു. അപ്പം ഇങ്ങനെ വന്നപ്പോൾ കുറേ അധികം ഹോം ബേക്കേഴ്സാണ് ഇപ്പം നിലവിൽ നമ്മളുടെ ഈ ഒരു കൊച്ചു കേരളത്തിൻ്റെ അകത്തുള്ളത്. അതായത് ഈ ഒരു വെറുതെ എന്ന സമയത്ത് അവർക്ക് തോന്നിയ ഐഡിയാസ് വെച്ചിട്ട് അവർ കുറേ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കി അടുത്തുള്ളവർക്ക് കൊടുത്തു വരികയായിരുന്നു. അതേസമയം ബോയ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയയിൽ ബിസി ആയിട്ട് പോയിട്ടുണ്ടാവും. സോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇങ്ങനെ വീട്ടിൽ ഹോം ബേക്കിംഗ് കേക്ക് ഉണ്ടാക്കുന്നവർക്കും ലൈസൻസ് എടുക്കണോ അല്ലെങ്കിൽ രജിസ്ട്രേഷനും എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. എടുത്തില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഭവിഷ്യത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുന്നത്, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അത് എടുക്കാനായിട്ട് വേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ വേണം. പിന്നെ എന്താണ് ഇത് ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിൽ വരാൻ പോകുന്ന ശിക്ഷ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അധികം സമയം കളയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പരിചയത്തിൽ ഹോം ബേക്കേഴ്സോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. അവർക്ക് കൂടെ യൂസ്ഫുൾ ആകട്ടെ, അവർക്ക് പണി കിട്ടാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും അവർ ഈ ഒരു വീഡിയോ ഷെയർ ആക്കി ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഹോം ബേക്കേഴ്സിന് അല്ലെങ്കിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൊടുക്കുന്നത് FSSAI എന്ന് പറഞ്ഞൊരു അതോറിറ്റിയാണ്. അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവരാണ് ഇങ്ങനെയുള്ള രജിസ്ട്രേഷനും അതുപോലെ തന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രിങ്ക്സിൻ്റെ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ പാക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ കാണാനായിട്ട് പറ്റും. അതിൽ എഴുതിയിട്ടുണ്ടാകും FSSAI എന്ന് പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ടാകും. പിന്നെ കുറേ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈസൻസ് നമ്പറും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ FSSAI എന്ന് പറഞ്ഞ ഒരു അതോറിറ്റിയാണ്. അപ്പോൾ ഈ ഒരു FSSAIയുടെ കീഴിൽ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സെയിലിൻ്റെ പർപ്പസിന്, അതായത് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഈ ഒരു ലൈസൻസിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിയമപരമായിട്ട് അതിനൊരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 2011 ഓഗസ്റ്റ് 5 FSSAIയുടെ ഒരു നിയമം വന്നു, അല്ലെങ്കിൽ ഒരു സംഭവം വന്നു. ഈ ഒരു ലൈസൻസ് എടുക്കുന്നതിനൊരു ക്രൈറ്റീരിയ വന്നു. അതായത് 12 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ. ആനുവൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വിറ്റ് വരവ് അല്ലെങ്കിൽ സെയിൽസ് എന്നൊക്കെ പറയാം. അപ്പം ആനുവൽ വിറ്റ് വരവ് 12 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ FSSAI പ്രകാരം നിങ്ങൾ തീർച്ചയായിട്ടും ലൈസൻസ് എടുത്തിട്ടുണ്ടാവണം. അഥവാ ഇനി 12 ലക്ഷത്തിൽ താഴെയാണെന്നിരിക്കട്ടെ, 12 ലക്ഷത്തിന് താഴെയാണെങ്കിൽ FSSAIയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ളൊരു നിയമം. അതായത് ഇപ്പം നിങ്ങൾ വീട്ടിലൊരു ഹോം ബേക്കറാണ്, നിങ്ങൾക്ക് 12 ലക്ഷത്തിന് മേളിലേക്ക് സെയിൽസും കാര്യങ്ങളൊന്നുമില്ല, ഒരു വർഷത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്ട്രേഷനാണ് എടുക്കേണ്ടത്, ലൈസൻസ് എടുക്കേണ്ടതായിട്ടില്ല. ആൻഡ് ഈ ഒരു രജിസ്ട്രേഷൻ 5 വർഷം വരെ നിങ്ങൾക്ക് പുതുക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു വർഷത്തേക്ക് ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഫീസ് 100 രൂപയാണ് ഈ ഒരു രജിസ്ട്രേഷന് വരുന്ന ഫീസ്. ആൻഡ് ഈ ഒരു രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നത് അക്ഷയ കേന്ദ്രം വഴിയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴി പോവുക. ഇതിന് ശേഷം നിങ്ങളൊരു ഹോം ബേക്കറാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറയുക. അപ്പം അവരതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. FSSAI.gov.in എന്നാണ് സൈറ്റ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഇങ്ങനെ ഒരു ലൈസൻസോ രജിസ്ട്രേഷനോ എടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. സോ ഇപ്പം നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ നമുക്കെതിരായിട്ടൊരു പരാതി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് ഒരു ശിക്ഷ ഉണ്ടാവും. 5 ലക്ഷം രൂപ വരെ ഫൈനും അതുപോലെ തന്നെ 6 മാസത്തേക്ക് ഇംപ്രസൺമെൻറ്റ്, അതായത് 6 മാസം വരെ തടവ് ശിക്ഷയ്ക്കും അർഹതപ്പെട്ട ഒരു കുറ്റമാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെയോ രജിസ്ട്രേഷൻ ഇല്ലാതെയോ ഫുഡ് ഐറ്റംസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഈ ഒരു നിയമപ്രകാരം, അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ട് പ്രകാരം സെക്ഷൻ 63 പ്രകാരം ഈ ഒരു രജിസ്ട്രേഷനോ ലൈസൻസോ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പിഴയും അതുപോലെ തന്നെ 6 മാസം തടവും കൂടെ വിധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ, ലൈസൻസ് അല്ല, രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യം
ആവശ്യമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം, അതുപോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫും വേണം. ഐഡൻറ്റിറ്റി പ്രൂഫ് എന്ന് പറയുമ്പോൾ ആധാർ കാർഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടേഴ്സ് ID ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു ID പ്രൂഫും കൂടെ വേണം. അപ്പോൾ ഇത് രണ്ടുമാണ് മാൻഡേറ്ററി, അതായത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതായിട്ടുള്ള രേഖകൾ. അതുകൂടാതെ FSSAI റൂൾ പ്രകാരം ഒരു ഹെൽത്ത് കാർഡും കൂടെ നിങ്ങളുടെ കയ്യിൽ വേണം. ഇനി എന്താണ് ഹെൽത്ത് കാർഡ് നോക്കാം. ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡിലൂടെ പകരുന്ന യാതൊരുവിധ അസുഖങ്ങളും കാര്യങ്ങളും നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് തരുന്ന ഒരു കാർഡാണ് ഹെൽത്ത് കാർഡ്. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ഇതൊക്കെ അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസിൻ്റെ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾ അക്ഷയ ചെല്ലുമ്പോൾ പറയും ഇങ്ങനെ ഒരു ഹെൽത്ത് കാർഡ് എടുക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഹെൽത്ത് കാർഡ് ഉള്ളവർക്ക് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാവുള്ളൂ എന്നാണ് നിയമം. പക്ഷേ പല സ്ഥലത്തും ഇതൊരു അവരങ്ങനെ പറയുന്നില്ല, രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എങ്കിലും ഒരു ഹെൽത്ത് കാർഡ് വേണം എന്ന് തന്നെയാണ് ഈ ഒരു FSSAI റൂൾ പ്രകാരം പറയുന്നത്. അപ്പോൾ ഹെൽത്ത് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫുഡിലൂടെ പകരുന്ന യാതൊരുവിധ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർ ഹെൽത്ത് കാർഡ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പം ഇത് എടുക്കാതെ നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ട് പോകണേക്കാൻ നല്ലത് അതിന് മുമ്പ് ഹെൽത്ത് കാർഡും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുക, ഇങ്ങനെ ഹെൽത്ത് കാർഡ് എടുക്കാനെന്ന് പറയുമ്പോൾ അവർ ചെക്കൊക്കെ ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് വലിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഒരു ഫോട്ടോയും ID പ്രൂഫും അതുപോലെ തന്നെ ഹെൽത്ത് കാർഡും കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എങ്കിൽ തൊടുപുഴയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ടുള്ള പേര് ഞാൻ മറന്നുപോയി. അപ്പം ഒരു ഇൻ്റർവ്യൂ നടത്തിയൊരു വീഡിയോ യൂട്യൂബിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. അതും കൂടെ നിങ്ങളൊന്ന് പോയി കാണുക. അതിനുശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും ഈ ഒരു വീഡിയോ ഏതെങ്കിലും ഹോം ബേക്കേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം രജിസ്ട്രേഷൻ എടുത്തു വയ്ക്കുക. ആരെങ്കിലും പണി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുണ്ടാവും, ചിലപ്പോൾ ജയിലിലും പോകേണ്ടതായിട്ട് വരും. സോ അതിന് മുമ്പായിട്ട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. ആൻഡ് ഇനി ഫർദർ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ പോയിട്ട് ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ യുവർ മല്ലു വ്ളോഗർ സൈനിങ് ഓഫ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റ.